السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പാലക്കാട് ജില്ലയിലെ ആത്മീയ ഭൗതിക സമന്വയ കേന്ദ്രമായ ജാമിയ ഹസനിയയുടെ വൈവിധ്യ സംരംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംരംഭമായ ഓൺലൈൻ ക്യാമ്പയിൻ്റെ വിശുദ്ധ റമദാനിനോടനുബന്ധിച്ചുള്ള ഓൺലൈൻ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഓൺലൈൻ സ്പീച്ചിലാണ് നാം. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ വിശുദ്ധ റമദാൻ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വരവേൽക്കാൻ നമുക്കൊക്കെ അവസരം ലഭിച്ചിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾക്ക് പരിമിതിയും അനുഷ്ഠാനങ്ങൾക്ക് നിയന്ത്രണങ്ങളും വരുത്തുമ്പോൾ വേദനാജനകമായ അവസ്ഥയാണ്. എങ്കിലും റബ്ബിനെക്കുറിച്ചറിയാനും പഠിക്കാനും പകർത്താനും പുനർവിചിന്തനം നടത്താനും ജീവിതം പുനഃക്രമീകരിക്കാനും ചിട്ടയോടുകൂടെ നമുക്ക് പോയ കാലങ്ങളിലെ കുറവുകൾ പരിഹരിക്കാനൊക്കെയുള്ള അവസരമായി ഇതിനെ കാണുക. കുറവുകളെക്കുറിച്ച് ചിന്തിക്കാതെ നിറവുകൾ മാത്രം ആലോചിക്കുക. എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാതെ എന്ത് ബാക്കിയുണ്ട് എന്ന് ആലോചിക്കുക. ആ നിലക്ക് ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധ റമദാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ സമയത്ത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പറഞ്ഞ ചില ഉപദേശങ്ങളാണ്. യാത്ര ചോദിച്ച ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനോട്, മോനെ, ഒരു 7 കാര്യങ്ങൾ നിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ 7 കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ നിനക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും. ആ 7 കാര്യങ്ങൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വിശിഷ്യ വിശ്വാസികൾക്ക് എപ്പോഴും ഉൾക്കൊള്ളാനും പഠിക്കാനുമുള്ള കാര്യങ്ങളാണ്. ഒന്നാമതായി ഹത്തമുൽ അസം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത്, വഇൻ തലബ്ത നാസിറൻ ഫഹസ്ബുകല്ലാഹ്. ബഹുമാനപ്പെട്ട അല്ലാമ ഹമീദുൽ അത്താർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തദ്കിറത്തുൽ ഔലിയ, ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇൻ തലബ്ത നാസിറ, നിനക്കൊരു സഹായം വേണം, നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം, പ്രാരാബ്ദങ്ങളിൽ നിന്ന് കരകയറ്റം ലഭിക്കണം, കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടണം. ആ ചിന്ത നിനക്കുണ്ടെങ്കിൽ വൈൻ ത്വലബ്ത നാസിറ ഫഹസ്ബുകല്ലാഹ്, ആ ലക്ഷ്യപൂർത്തീകരണത്തിന് നീ മറ്റെവിടെയും അലയേണ്ടതില്ല, റബ്ബ് നിന്റെ കൂടെയുണ്ട്. അള്ളാഹുവാണ് നിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരുന്നത്. ആ റബ്ബാണ് ആലമുൽ അർവാഹിൽ നിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചത്. 120-ാം ദിവസം 16-ാമത്തെ ആഴ്ച നിനക്ക് ആത്മാവ് നൽകിയത്, നിന്റെ ശരീരത്തിലേക്ക് ആത്മാവ് സന്നിവേശിപ്പിച്ചത് ആ റബ്ബാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ 280 ദിവസം 280 ദിവസം നിനക്ക് വാസം ഒരുക്കി സുരക്ഷിതമായി പുറത്തേക്കിറങ്ങാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്നത് യജമാനനായ റബ്ബുൽ ഇസ്സത്താണ്. ആ റബ്ബിന്റെ ഭൂമിയിലാണ് നീ താമസിക്കുന്നത്. നീ കഴിക്കുന്ന വെള്ളം റബ്ബിന്റെ ഭൂമിയിൽ സംവിധാനിക്കപ്പെട്ടതാണ്. നീ കഴിക്കുന്ന ആഹാരം ഭൂമിക്കു മുകളിൽ മുളച്ചു പൊന്തിയതാണ്.
നീ ഉപയുക്തമാക്കുന്നതിൻ്റെ ഓരോ ഉപകരണങ്ങളും ഭൂമിയുമായി ബന്ധമുള്ളതാണ്. നിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് സൂര്യനെ അള്ളാഹു സൃഷ്ടിച്ചത്, ചന്ദ്രനെ അള്ളാഹു സൃഷ്ടിച്ചത്, ഈ ലോകം മുഴുവനും പടച്ചത് അതിനു വേണ്ടിയാണ്. 1609 കിലോമീറ്റർ വേഗതയിൽ 1609 കിലോമീറ്റർ വേഗതയിൽ 23.5 ഡിഗ്രി വടക്ക് ചെരിഞ്ഞ് കിഴക്കോട്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്കാവശ്യമായ ജിയോ എനർജിയും മാഗ്നറ്റിക് എനർജിയും കോസ്മിക് എനർജിയും സൗരോർജവും ഭൗമോർജവും കാന്തികോർജവും കൃത്യമായ അനുപാതത്തിൽ നിനക്ക് നൽകിയത് ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്താണ്. ആ റബ്ബാണ് നിനക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹുവിലൂടെയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മക്കത്തുൽ മുക്കറമയിൽ നിന്നും മദീന മുനവ്വറയെ ഹറമാക്കാൻ വേണ്ടി, ആ മണ്ണിനെ ഒന്നുകൂടെ വിശുദ്ധമാക്കാൻ വേണ്ടിയുള്ള യാത്ര, അതാണല്ലോ ഹിജറ. ആ ഹിജറ പോകുന്ന സമയത്ത് യാത്രയുടെ പ്രാരംഭത്തിൽ അല്പം തങ്ങിയ സൗർ ഗുഹ, നബി തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് വകവരുത്താൻ വേണ്ടി പരക്കെ പായുന്ന ശത്രു സമൂഹം. ഈ ഗുഹയിൽ വിശ്രമിക്കുന്ന സമയത്ത് അവരുടെ കാൽപാദങ്ങൾ തൊട്ടു മുമ്പിൽ കാണുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സ്വാഭാവികമായും ചോദിച്ചു, മുത്തുനബിയെ, നമ്മൾ എന്ത് ചെയ്യും? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞ ഒരു വചനം വിശുദ്ധ ഖുർആൻ വളരെ താല്പര്യത്തോടു കൂടെ ഉദ്ധരിക്കുന്നുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഓരോ മുഅ്മിനിന്റെയും ഉള്ളിൽ ഈ വിശുദ്ധ വചനം മിന്നിത്തിളങ്ങണം. ഓരോ വിശ്വാസിയും ഈ വിശുദ്ധ വചനം ഓർത്തുവെക്കണം. ദുഃഖിക്കരുത്, റബ്ബ് കൂടെയുണ്ട്. മോനെ സിദ്ദീഖ്, ദുഃഖിക്കരുത്. ലോകമേ, ദുഃഖിക്കരുത്. ഏത് പശ്ചാത്തലത്തിലാണെങ്കിലും, മനുഷ്യർ കാട്ടിക്കൂട്ടിയ ഏതേത് മഹാമാരികൾ വന്നാലും ദുഃഖിക്കരുത്, റബ്ബ് നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് ഇറങ്ങി മദീനയിലേക്ക് പോകുമ്പോൾ ആയുധവുമായി സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് പിന്നിൽ 100 ഒട്ടകം പ്രതീക്ഷിച്ചു കൂടി അടുത്തെത്തി വാളോങ്ങി തിരുനബിയെ വെട്ടാൻ ഒങ്ങിയപ്പോൾ ദൂരെ വരുന്ന സമയത്ത് തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മണത്തറിഞ്ഞ്, അതല്ലെങ്കിൽ ആ ചലനങ്ങൾ അറിഞ്ഞ് നബി തങ്ങളോട് ചോദിച്ചു, എന്തു ചെയ്യും? അപ്പോഴും പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കരുത്, റബ്ബ് കൂടെയുണ്ട്. സുറാഖത്തിന്റെ കയ്യിലുള്ള വാളിന് വിധേയപ്പെടാതെ രക്ഷ നൽകിയത് അള്ളാഹുവാണ്. ചരിത്രം വിശാലമാണ്, പറയേണ്ടതില്ല. ചുരുക്കത്തിൽ ഹതമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞ വഇൻ ത്വലബ്ത നാസിറ, സഹായം വേണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം, കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറ്റം വേണം, ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ആനന്ദവും വേണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, റബ്ബ് കൂടെയുണ്ട്. വഇൻ ത്വലബ്ത നാസിറൻ ഫഹസ്ബുകല്ലാഹ്. രണ്ടാമത് ബഹുമാനപ്പെട്ട ഹതമുൽ അസ്സം തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഉപദേശം, വഇൻ ത്വലബ്ത മുസാഹിബ, എപ്പോഴും കൂടെ ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ളതിനേക്കാൾ പ്രധാനം ആരൊക്കെയുണ്ട് എന്നതാണ്. സമ്പത്ത് കുമിഞ്ഞുകൂടിയതുകൊണ്ടോ, ഒരുപാട് ഫിനാൻഷ്യൽ രംഗത്ത് ഇംപ്രൂവ്മെന്റ് കൈവരിച്ചത് കൊണ്ടോ സ്വസ്ഥതയും സമാധാനവും കിട്ടിക്കൊള്ളണം എന്നില്ല. വലിയ വലിയ മാളികകൾ കെട്ടിപ്പടുത്തവർ എല്ലാം ത്യജിച്ച് ബാക്കി വെച്ച് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ. നമുക്ക് ഇവിടെയും അവിടെയും കൂട്ടുകാർ വേണം, പിരിയാത്ത കൂട്ടുകാർ വേണം. ബിസിനസ് പാർട്ട്ണർമാർ കഴിയുന്നതോടെ, ബിസിനസ് തീരുന്നതോടെ, അതല്ലെങ്കിൽ പ്രത്യേക പശ്ചാത്തലത്തിൽ പിരിയുന്നത് കാണാം.
കൂട്ടുകുടുംബങ്ങൾ എല്ലാം ഒഴിവാകുന്നത് കാണാം. എന്നാൽ ഒരിക്കലും പിരിയാത്ത കൂട്ടുകാർ അവരാണ് അല്ലാഹുവിന്റെ മലക്കുകൾ. വഇൻ തലബത മുസാഹിബൻ ഫഹസ്ബുകൽ കിറാമുൽ കാത്തിബൂൻ. നമ്മയെല്ലാം ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന മലക്കുകൾ, നമ്മുടെ ചലന നിശ്ചലനങ്ങൾ, വാക്ക് പ്രവർത്തികൾ, നടത്തം ഇരുത്തം കിടത്തം എല്ലാ ചലനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നവർ. കൃപാലുവായ അല്ലാഹു നന്മ രേഖപ്പെടുത്തുന്ന മലക്കിനോടുള്ള നിർദ്ദേശം എന്റെ അടിമ നന്മ പ്രവർത്തിച്ചാൽ ഉടനെ എഴുതി വെക്കണം എന്നാണ്. തിന്മ രേഖപ്പെടുത്തുന്ന മലാഖയോടുള്ള നിർദ്ദേശം സാവകാശം കൊടുക്കണം എന്നാണ്. ഇസ്തിഗ്ഫാർ പറയുന്നത് വരെ, തൗബ ചെയ്യുന്നത് വരെ സാവകാശം കൊടുക്കണം എന്നാണ്. ആ നിലക്കുള്ള മലക്കുകൾ ഒരാളുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത, ഒരു സ്വാധീനവും ഏൽക്കാത്ത റബ്ബിന്റെ നിർദ്ദേശം മാത്രം പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ, ആ മലക്കുകൾ നിന്റെ കൂടെയുണ്ട്. ഈ ചിന്തയാണ് വേണ്ടത്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു കച്ചവടാവശ്യാർത്ഥം മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോൾ കൂടെ കൂടിയ കപടവിശ്വാസിയുടെ കഠാരയ്ക്ക് വിധേയപ്പെടാതെ അവിടെ രക്ഷക്കെത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇബ്നു അബി ദുനിയ അവിടുത്തെ മുജാബുദ്ദഅവയിൽ ഉദ്ധരിച്ചതായി കാണാം. ഇമാം റാസി തങ്ങൾ തഫ്സീറിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുന്തും തുഅദൂൻ. മലക്കുകൾ കൂടെ വേണം, മലക്കുകൾ കൂട്ടിന് വേണം, എല്ലാ മേഖലയിലും വേണം. എന്തുണ്ട് മാർഗം? ഫോൺ നമ്പറില്ല, ഫാക്സ് അയക്കാൻ സംവിധാനമില്ല, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ട്വിറ്ററില്ല, ഓർക്കുഡില്ല, ഒന്നുമില്ല. പിന്നെ മലക്കുകളെ സഹചാരിത്വം ലഭ്യമാവാൻ എന്ത് ചെയ്യണം? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. യജമാനനായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്ത, ആ റബ്ബാണ് സൃഷ്ടിച്ചു പരിപാലിച്ചത് എന്ന ബോധം, അതോടുകൂടെ സുമ്മസ്തഖാമു മുസ്തഖീമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ, അഖ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ ആചാര അനുഷ്ഠാന കർമ്മവിശ്വാസ രംഗങ്ങളിൽ കൃത്യമായ നിലപാടുള്ളവർ, അത്തരം ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക മലക്കുകൾ അവരെ കൂടെ ഉണ്ടാകുമെന്നാണ്. മലക്കുകൾ അവരെ കൂടെ ഉണ്ടാകും. തതനസ്സലു അലൈഹിമുൽ മലായിക അവരോട് കൂടെ മലക്കുകൾ എപ്പോഴും ഉണ്ടാകുമെന്നതാണ്. മലക്കുകൾക്ക് താൽപര്യമുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവർ മിത്രങ്ങളായി മാറുന്നു. പിശാചുക്കൾക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും പിശാചുക്കൾ മിത്രങ്ങളായി മാറുന്നു. നമുക്ക് പിശാച് ശത്രുവാകണം, മലക്കുകൾ മിത്രമാവണം. അതിനു വേണ്ടത് നല്ല കാര്യങ്ങൾ നിർവഹിക്കലാണ്. വുളൂഅ് ചെയ്ത് ആ വുളൂഇന്റെ ശേഷം ബിസ്മില്ലാ വൽഹംദുലില്ലാ ചൊല്ലിയാൽ അവരോട് കൂടെ മലക്കുകൾ ഉണ്ടാകുമെന്നതാണ്. അതോടുകൂടെ രണ്ടാളുകൾക്കിടയിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഒരാൾ രംഗത്ത് വരുമ്പോൾ അവരുടെ കൂടെ മലക്കുകളുണ്ട് എന്നതാണ്. പള്ളിയിലേക്ക് വുളൂഓടുകൂടെ പുരുഷൻ നടക്കുമ്പോൾ അവരുടെ കൂടെ മലക്കുകളുണ്ടെന്നാണ്. നിസ്കാരപ്പായിൽ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട്, വാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ട്, ഇഖാമത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന സഹോദരിമാർ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന മലക്കുകൾ അവർ വിശ്വാസികളുടെ വീടുകളിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ സഹചാരിത്വം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വഇൻ ത്വലബ്ത മുസാഹിബ, നീയൊരു മുസാഹിബിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നീ ഒരു സഹചാരികളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിനക്ക് ഏറ്റവും നല്ലത് മലക്കുകളാണ്. മനുഷ്യർ പലപ്പോഴും ചതിക്കും, പിൻവാങ്ങും, വാക്ക് ലംഘിക്കും, പല രൂപങ്ങളിലുമാണ് അവർ എന്നതാണ്. മൂന്നാമതായി പറഞ്ഞു ഹത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ മൂന്നാമത്തെ ഭാഗം വളരെ ശ്രദ്ധേയമായതാണ്. വഇൻ തലബുൽ ഇബ്റ, നിനക്കൊരു പാഠം വേണമെന്നുണ്ടോ?
നിനക്ക് ചില അനുഭവങ്ങൾ പറഞ്ഞു തരട്ടെയോ? വഇൻ തലബ്ത ഇബ്റ, നീ ഒരു ഇബ്റത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫഹസ്ബുക ദുനിയ, നിനക്ക് ദുനിയാവ് മതി. ദുനിയാവിനെ കുറിച്ച് ആലോചിക്കുക. എന്തെല്ലാം അനുഭവങ്ങൾ, എന്തെല്ലാം പാഠങ്ങൾ. കഴിഞ്ഞ വിശുദ്ധ റമളാൻ എത്ര സജീവമായിരുന്നു. പള്ളികൾ മസാജിദുഹും മഅമൂറത്തും ബി തിലാവത്തിൻ വദിക്രിൻ വകാനത് തസ്തകീ ഖബ്ലഹു ഹജറ. വളരെ സജീവമായ അവസ്ഥ. വഅളുകളും പ്രഭാഷണങ്ങളും എത്തിക്കാഫുകളും ഖുർആനുകളും. വല്ലാത്തൊരവസ്ഥയാണ്. ഇരു ഹറമുകൾ വരെ ഇബാദത്തുകൾക്ക് നിയന്ത്രണം വരുത്തപ്പെട്ട ഒരു സന്ദർഭം. ജുനൂദല്ലം തറൗഹ, കാണാത്ത ഒരുപാട് പട്ടാളക്കാരുണ്ട്, സൂക്ഷിക്കണമെന്ന റബ്ബിന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചതിന്റെ പരിണിത ഫലമായി ലോകം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഈ ഒരു ഫിക്കറി സിറ്റുവേഷൻ. അതുപോലെ ഈ ഭൗതിക ലോകത്ത് പല നിലക്കുള്ള പ്രശ്നങ്ങൾ, പല നിലക്കുള്ള വിഷയങ്ങൾ, പോയകാലങ്ങളിലുള്ള സംഭവങ്ങൾ. ദുനിയാവിനെ കുറിച്ച് ആലോചിക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇർതഹലത്തി ദുനിയ മുദ്ബിറ വഖബലത്തിൽ ആഖിറത്തു മുഖ്ബില. ദുനിയാവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഖിറം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വലികുല്ലി വാഹിദി മിൻഹുമാ ബനൂൻ, രണ്ടിനും കുറെ മക്കളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ. ഒരിക്കലും നീ ദുനിയാവിന്റെ മക്കളിൽ പെടരുത്, ആഖിറത്തിന്റെ മക്കളിൽ പെടുക. ദുനിയാവുമായി ദുനിയാവിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ആഖിറം ചിന്തിക്കാതെ, അത്തരക്കാരിൽ പെടാതെ ഇവിടെയുള്ള അവസരം പാരത്രിക ലോകത്തേക്ക് വേണ്ടി നീക്കിവെക്കുക. കാരണം ഇവിടെ വളരെ കുറച്ചു കാലമേയുള്ളൂ. ഇതാണ് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ പാഠം ഉൾക്കൊള്ളുക. ഫഹസ്ബുക ദുനിയ. നാലാമതായി പറഞ്ഞു വഇൻ തലബ്ത മൂനിസ, നിനക്കൊരു കൂട്ടുകാരൻ വേണം. നിന്നെ സന്തോഷിപ്പിക്കാൻ, നിനക്ക് സന്തോഷം നൽകാൻ, നിനക്ക് സമാധാനം നൽകാൻ ഒരാൾ വേണം. ഫഹസ്ബുക്കൽ ഖുർആൻ, വിശുദ്ധ ഖുർആനുണ്ട്. വിശുദ്ധ ഖുർആൻ നിന്റെ കൂട്ടുകാരനാണ്, എപ്പോഴും നിന്റെ കൂട്ടുകാരനാണ്. ഖുർആൻ പാരായണം നിർവഹിക്കുന്നവർ അഹ്ലുല്ലാഹ്, അഹ്ലുൽ ഖുർആൻ. ഖുർആനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ ആളുകളാണ്. ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത് റഹ്മത്താണ്, ബറക്കത്താണ്, നിഅമത്താണ്, കറാമത്താണ്, പരലോകത്ത് ശഫാഅത്താണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് പൈശാചിക ബാധകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ആ നിലക്ക് സുയാനത്തും ഹിമായത്തും നൽകുന്ന അതിവിശിഷ്ടമായ കിതാബ്. ആ കിതാബ് കൂടെയുണ്ടോ, ഒരക്ഷരത്തിന് നിസ്കാരത്തിൽ 100 പ്രതിഫലം, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ 50 പ്രതിഫലം, വുളൂഓടുകൂടെ നിസ്കാരത്തിന് പുറത്ത് പാരായണം ചെയ്യുമ്പോൾ 25, 10 പ്രതിഫലം വുളൂ ഇല്ലാതെ പാരായണം ചെയ്യുമ്പോൾ. ഈ നിലക്കുള്ള വിശുദ്ധ ഖുർആൻ, അതാണ് പൂർവികരായ ആളുകൾ ഉപയോഗപ്പെടുത്തിയത്. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ദിവസവും ഒരു ഖത്തം പാരായണം ചെയ്യാറുണ്ട്. റമളാൻ അല്ലാത്ത റമളാനിലോ 2 ഖത്തം പെർ ഡേ അവിടുന്ന് ഒരു ദിവസത്തിൽ പാരായണം ചെയ്യാറുണ്ട്. ഇബ്നു അൽ-ഹൈതമി തങ്ങൾ പറഞ്ഞത് കാണാം, മഅമാകാന അലൈഹി മിനൽ അംറാദിൽ മഖൂഫ, അവിടുന്ന് നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ മാരകമായ 14-16 രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരൊറ്റ രോഗം, അത് മരിക്കാൻ കാരണമായ രോഗം. ആ രോഗങ്ങളെ കൊണ്ടലട്ടുമ്പോഴും അവിടുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം കൈയൊഴിച്ചിരുന്നില്ല. കാരണം ആ ഖുർആൻ ഏറ്റവും വലിയ മുനിസാൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ദിക്റുല്ലാ എന്നുള്ളതിന് 4 വ്യാഖ്യാനമാണ്. ആ 4 വ്യാഖ്യാനങ്ങളിൽ ഒന്ന് വിശുദ്ധ ഖുർആൻ എന്നതാണ്. അതാണ് ഹാത്തമുൽ അസ്സം 4ാമത് പറഞ്ഞത്, വഇൻ തലബ്ത മൂനിസൻ ഫഹസ്ബുക്കൽ ഖുർആൻ. പിന്നീട് പറഞ്ഞു വഇൻ തലബ്ത ശുഗ്ലൻ ഫഹസ്ബുക്കൽ ഇബാദ. 5ാമതായി പറഞ്ഞു, നിനക്കൊരു ഏർപ്പാട് വേണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാൻ നല്ലത് ഇബാദത്താണ്. വെറുതെ ഇരിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. ഒരാളെ കിട്ടിയാൽ നമ്മൾ സംസാരിക്കാറുണ്ട്,
വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും സംസാരിക്കാറില്ല. വെറുതെ ഇരിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക, ദിക്റ് ചൊല്ലുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ എല്ലാം നിലക്കും സജീവമായവൻ കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിക്കുക, ഇന്ന് എന്റെ ആഖിറത്തിലെ അക്കൗണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു? ഒരു 100 ദിക്റ് കയറിയിട്ടുണ്ടോ? ഒരു 100 അസ്തഗ്ഫിറുള്ള കയറിയിട്ടുണ്ടോ? ഒരു 100 സ്വലാത്ത് കയറിയിട്ടുണ്ടോ? ഒരു 11 വീതം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കയറിയിട്ടുണ്ടോ? വൈകുന്നേരവും രാവിലെയും തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടോ? നോമ്പുകാരന് ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് നോമ്പുതുറയുടെ തൊട്ടു മുമ്പുള്ള സമയം. ആ സമയത്തൊരൽപ്പം തസ്ബീഹ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറട്ടെ. എന്നിട്ട് റബ്ബിനോട് ചോദിക്കുക, റബ്ബേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവങ്ങൾ പല മേഖലകളിലുമുണ്ട്, അവരുടെ സംരക്ഷണത്തിനു വേണ്ടി ദുആയിരക്കാൻ പറ്റിയ സമയമാണ്. വളരെ പ്രധാനപ്പെട്ട ആ സമയം ഉപയോഗപ്പെടുത്തുക. അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയൂല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ കഴിയൂല. ഒന്ന് നഷ്ടപ്പെടുത്തിയ അവസരം, മറ്റൊന്ന് കഴിഞ്ഞുപോയ സമയങ്ങൾ, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ കഴിയൂല എന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു ഏർപ്പാട് വേണമെങ്കിൽ ഇബാദത്ത്. ജോലി ഇബാദത്താണ്, കച്ചവടം ഇബാദത്താണ്, വാഹനം ഓടിക്കൽ ഇബാദത്താണ്, പുഞ്ചിരി ഇബാദത്താണ്, ഉറക്കം ഇബാദത്താക്കാം, മൗനം ഇബാദത്താക്കാം, എല്ലാം ഇബാദത്താക്കാം. നൗമു സ്വാഇമി ഇബാദ വസുംതുഹു തസ്ബീഹ്. നോമ്പുകാരൻ ഉറങ്ങുന്നത് ഇബാദത്താക്കി മാറ്റാം. മൗനം തസ്ബീഹിന്റെ പ്രതിഫലം ലഭിക്കുന്നതാക്കി മാറ്റാം. തെറ്റുകുറ്റങ്ങളിൽ മുഴുകാതെ ആ നിരക്ക് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയാണ്. അതുപോലെ വദുആഉഹു മുസ്തജാബ്, ദുആ വർദ്ധിത മൂല്യമുള്ളതാക്കാം. ഉദ്ദേശ്യങ്ങൾക്ക് സാഫല്യങ്ങൾ നൽകപ്പെടാം. അതുപോലെ വഅമലുഹു മുളാഅഫ്, നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാക്കാം. ഇതൊക്കെ അവസരങ്ങളാണ്, ഉപയോഗപ്പെടുത്തുക. ദംബുഹു മഗ്ഫൂർ, റമളാനിൽ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടാം. അങ്ങനെയാണ്. വൈൻ തലബത ശുഗ്ലൻ, ഒരു ഏർപ്പാട് വേണമെന്നുണ്ടോ എങ്കിൽ ഫഹസ്ബുക്കൽ ഇബാദ, ഇബാദത്ത് ചെയ്യുക. അടുത്തതായി പറഞ്ഞു വഇൻ തലബത വഅള, നന്നാവണം എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. ആരും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. ഒരാൾക്കും നരകത്തിൽ പോകണം എന്ന ചിന്തയും ഇല്ല. പിന്നെയോ ഏതൊരാൾക്കും വേണ്ടത് സ്വർഗത്തിൽ കിടക്കണമെന്നാണ്. നന്നാവണം എന്ന് ചിന്തിക്കുന്നവരാണ്. പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് പലപ്പോഴും തെറ്റിൽ അകപ്പെടാറുള്ളത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടി നല്ലത് പ്രവർത്തിക്കുന്ന നല്ലവനായ ഒരു അടിമയായി മാറണം എന്ന ഒരു താല്പര്യം നിനക്കുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് എന്താണ്? വഇൻ തലബത വഅള, വഅള് പ്രതീക്ഷിക്കുന്നു. ഫഹസ്ബുക മൗത്തുൽ അഖ്റാൻ, ഫഹസ്ബുക മൗത്തുൽ അഖ്റാൻ, നിന്റെ സുഹൃത്തുക്കൾ, കൂടെയുള്ള ആളുകൾ, അവരൊക്കെ മരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എത്രയോ ആളുകൾ, നമ്മുടെ കൂടെയുള്ള ആളുകൾ ഖബറില്ല. ഒരുപാട് സുഹൃത്തുക്കൾ ഖബറിലുള്ളവരുണ്ട്. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. ബഹുമാനപ്പെട്ട ആരെങ്കിലും ഉസ്താദിന്റെ മകൻ അലി അക്ബർ സാഹിബ് കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അല്ലാഹു റമളാനിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച റമളാനുകൾ പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് സാന്ദർഭികമായി ദുആയിരക്കുകയാണ്. മരണം എപ്പോഴും വരാം, ഏത് സമയം, ഏത് ശൈലിയിൽ, പ്രവചനാതീതമാണ്. എപ്പോഴാണ് വരിക എന്നറിയില്ല. മോഹങ്ങളെല്ലാം ബാക്കി വെച്ച്, പദ്ധതികളെല്ലാം പാതി വഴിയിൽ വെച്ച് നമ്മെ വിളിച്ചു കൊണ്ടുപോകും. ഒരപ്പീലുമില്ല. അതാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം വരുന്ന സമയം എപ്പോഴും സംഭവിക്കാം, പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ ഒരു സെക്കൻഡിൽ ഞാൻ എൻ്റെ റൂഹിനെ പിടിക്കപ്പെട്ടാൽ
ഞാൻ ക്ലിയറാണ് എന്ന ചിന്തയാണ് ഓരോ ആളുകൾക്കും വേണ്ടത്. ഒരാളോടും പിണങ്ങാതിരിക്കുക. പിണക്കമുള്ളവന്റെ ഇബാദത്ത് സ്വീകരിക്കൂല. ഈ ഒരു സെക്കൻഡിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഈ പിണക്കത്തോടുകൂടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നരകത്തിലായിരിക്കും എന്ന ചിന്തയുണ്ടാവുക. ചില ആളുകൾക്ക് കടം വാങ്ങിക്കൽ ഒരു ഹാബിറ്റാണ്. കടം വാങ്ങൽ ഒരു കലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാൾക്ക് ബാധ്യത ബാക്കി വെച്ച് മരിച്ചാൽ വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ആ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് അവിടുന്ന് പറഞ്ഞ മറ്റൊരു കാര്യം. ഇങ്ങനെ 6 കാര്യങ്ങൾ ഹത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ശേഷം അവസാനം പറഞ്ഞു, ഫഇല്ലം തക്ഫിക ഹാദിഹിൽ ഉമൂർ, ഈ കാര്യങ്ങളൊന്നും നീ ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ, ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തേണ്ട ഈ 6 വിഷയങ്ങളെ അവഗണിക്കുകയോ തൃണവൽക്കരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, എനിക്ക് അവസാനമായി പറയാനുള്ളത് വഇല്ലം തക്ഫിക ഹാദിഹിൽ ഉമൂർ, ഈ കാര്യം നിനക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിനെ നീ അവഗണിക്കുകയാണെങ്കിൽ, ഇതൊന്നുമല്ല വേറെ പലതുമാണ് എനിക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഫഹസ്ബുക ജഹന്നം, നിനക്ക് ജഹന്നം മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക, വിശുദ്ധ റമളാൻ ഉപയോഗപ്പെടുത്തുക, കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന് ചിന്തിക്കുക. ഇനി എത്ര കാലം ഉണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും തീർച്ചയില്ല എന്ന ബോധം മനസ്സിലുണ്ടാവുക. ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന മുഅ്മിനീങ്ങളിൽ, വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആയിരക്കുകയാണ്. ഈ സംവിധാനം സൗകര്യം ചെയ്തു തന്ന ജാമിയ ഹസനിയക്കും അതിൻ്റെ ഓരോ പ്രവർത്തകർക്കും ഉസ്താദുമാർക്കുമൊക്കെ എല്ലാവരും ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ഒരാളെയും മറക്കാതെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ആവശ്യവും സൗകര്യവുമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് കാണാം എന്നറിയിച്ച് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.